വിവരാവകാശ നിയമം ബാധകമാകുന്ന ഓഫീസുകളിൽ ഇൻഫർമേഷൻ ഓഫീസറെയും അപ്പലേറ്റ് അതോറിറ്റിയും നിയമിക്കണമെന്നാണ് വ്യവസ്ഥ. അതേ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരെയാണ് ഈ ചുമതല ഏൽപ്പിക്കുക. വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ് തുടങ്ങി ജോലിഭാരമുള്ള ഓഫീസുകളിൽ വിവരാവകാശ അപേക്ഷകൾ അധികഭാരം സൃഷ്ടിക്കുന്നുണ്ട്. വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, സബ് ഇൻസ്പെക്ടർ ഇവർക്കൊക്കെ ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ ആ ജോലികളുടെ കൂട്ടത്തിൽ ഇത് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അവർ പറയാറുണ്ട്. നിയമം നടപ്പാക്കുന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും അത് നടക്കാത്തത് പ്രശ്നത്തിന് മറ്റൊരു കാരണമാണ്. പക്ഷേ ഇത് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഇതിനകം പൂർണ്ണമായും ട്രെയിനിങ് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു പ്രശ്നം. രണ്ട്, ഇവർക്കുള്ള ഈ ഫയലുകൾ സൂക്ഷിക്കാനുൾപ്പെടെയുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഫോട്ടോസ്റ്റാറ്റ് മെഷീനടക്കം ഉപകരണങ്ങൾ പല ഓഫീസുകളിലും ഇല്ലാത്തതും വിവര വിതരണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. അനാവശ്യ ചോദ്യങ്ങളുമായി സമീപിക്കുന്നവരുമുണ്ടെന്ന് ജീവനക്കാർക്ക് പരാതിയുണ്ട്. ഏറ്റവും വലിയ വില്ലൻ ഉദ്യോഗസ്ഥരുടെ മനോഭാവമാണ്. ഇതൊക്കെ ആണെങ്കിലും ഒരു പോസിറ്റീവായി ആറ്റിറ്റ്യൂഡുള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാൾക്ക് ചെയ്യാൻ പറ്റും. അതേസമയം ഇതിനെ ഒരു നെഗറ്റീവായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നും. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. മീഡിയ 1 തിരുവനന്തപുരം.